പുതിയങ്ങാടി ചുട്ടാട് അഴിമുഖത്ത് മണൽത്തിട്ടയിൽ തട്ടി ഫൈബർ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുന്നു. ഇന്നലെയും ഇന്നുമായി 2 ഫൈബർ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് മണൽത്തിട്ടയിൽ തട്ടി ഫൈബർ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ടോടെ അലോഷ്യസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലെ 4 പേരെയും മറ്റൊരു വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. ബുധനാഴ്ച രാവിലെയും വീണ്ടും മറ്റൊരു ഫൈബർ വള്ളം അപകടത്തിൽപ്പെട്ടു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. 8 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. മത്സ്യവും മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കേറ്റു. സമയബന്ധിതമായി മണൽ നീക്കം ചെയ്യണമെന്നത് ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട്. ജില്ലാ കളക്ടർക്കുൾപ്പെടെ നിവേദനം നൽകിയിട്ടും ഇക്കാര്യത്തിൽ മാത്രം ഇനിയും പരിഹാരമുണ്ടായിട്ടില്ല. എല്ലാ വർഷവും അധികാരികൾ സന്ദർശിക്കുമ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആഗ്രഹം ഇതുവരെ നടന്നിട്ടുമില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഡ്രഡ്ജിങ് നടന്ന് ആ മണൽക്കൂന മറ്റൊരു നാട്ടിലേക്ക് ഡംപ് ചെയ്യുകയും അവിടെയുള്ള കിണറുകളിലും മറ്റും ഉപ്പുവെള്ളം കയറിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ മുതൽ ഈ സമയം വരെ 3 മത്സ്യബന്ധനങ്ങളാണ് കടലിൽ നാശനഷ്ടം നേരിടേണ്ടി വന്നിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് സീസണായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് തീർത്തും സർക്കാരിന്റെ അനാസ്ഥ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടറെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചപ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെൻഡർ നടപടികളും കാര്യങ്ങളുമായിട്ടുള്ള മീറ്റിംഗ് നാളെ കളക്ടറേറ്റിൽ ചേരുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഡ്രഡ്ജ് ചെയ്ത മണൽ എവിടെ ഡംപ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടുമില്ല. വലിയൊരു അപകടം ഉണ്ടാവുന്നതിന് മുൻപ് അധികൃതർ പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.